കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിച്ച് തോൽപ്പിച്ചതാണ് എന്നാണ് കെ ശൈലജ ടീച്ചർ ഇപ്പോൾ പറയുന്നത്. ടീച്ചർക്ക് ഇതിപ്പോഴായിരിക്കും ബോധ്യമായത്. ഞങ്ങൾക്കിത് നേരത്തെ തന്നെ അറിയാം. അവരെ മട്ടന്നൂരിൽ നിർത്താതെ പേരാവൂരിൽ മത്സരിപ്പിച്ചത് തോൽപ്പിക്കാൻ തന്നെയാണ്. കാരണം എങ്ങാനും അവർ ജയിച്ചു വന്നാൽ അവരെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ട മറ്റ് വകുപ്പുകൾ കൊടുക്കേണ്ടി വരുമോ, അവർക്ക് റിഷൈൻ ചെയ്യുമോ എന്നുള്ള പിണറായി വിജയൻ്റെ ഭയം മൂലം അവരെ നിർബന്ധിച്ച് സണ്ണി ജോസഫിന് എതിരെ പേരാവൂരിൽ മത്സരിപ്പിച്ചതാണ്. പേരാവൂരിൽ സണ്ണി ജോസഫിനെ മറികടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ഇത്തരത്തിൽ നിരവധി ആളുകളെ തോൽപ്പിച്ച് വീട്ടിൽ ഇരുത്തിയ ചരിത്രമുണ്ട്. എത്രയോ പേരെ ഒതുക്കി വീട്ടിലിരുത്തിയിട്ടുണ്ട്. കെ സുരേഷ് കുറുപ്പ്, എൻ്റെ നാട്ടുകാരനും എൻ്റെ പിതാവിൻ്റെ സുഹൃത്തു കൂടിയായ കെ സുരേഷ് കുറുപ്പ്, M വിജയകുമാർ, അതുപോലെ A പ്രദീപ് കുമാർ കോഴിക്കോട്, അങ്ങനെ എത്രയോ നല്ല നേതാക്കളെ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയ ചരിത്രം CPMന് ഉണ്ട്. ഈ ഒരു അവസരത്തിൽ MM ലോറൻസിൻ്റെ മകളുണ്ട്, ആഷ ലോറൻസ്. ആഷിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് MM ലോറൻസിനെ 77 പള്ളുരുത്തിയിൽ തോൽപ്പിച്ച് തുടങ്ങിയതല്ലേ, അതിനു മുന്നേ കൊച്ചി കോർപ്പറേഷൻ്റെ ആദ്യ മേയർ ആകേണ്ടിയിരുന്നത് ഹംസക്കുഞ്ഞ് എന്ന കൗൺസിലറുടെ കാലുമാറ്റത്തിലൂടെ. ആ കാലുമാറ്റത്തിന് പിന്നിലും അപ്പച്ചൻ്റെ പാർട്ടി അല്ലാതാര്? MM ലോറൻസിന് ഒരു പരിചയവും ബന്ധവുമില്ലാത്ത മുകുന്ദപുരത്ത് നിർത്തിയത് ജയിപ്പിക്കാനായിരുന്നോ എന്ന് ചോദിക്കുന്നു. അതായത് അത് താങ്കളുടെ പാർട്ടിയുടെ ഒരു പാറ്റേൺ ആണ് എന്ന് ശൈലജ ടീച്ചറോട് പറഞ്ഞുകൊണ്ടാണ് ആശ ലോറൻസ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. തൃപ്പൂണിത്തുറയിൽ എത്തി രാജീവ് തരംഗം എന്ന ഭൗതികവാദം, മണ്ണാങ്കട്ട സിദ്ധാന്തം, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ പിതാവിനുണ്ടായ ചില അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ VS അച്യുതാനന്ദനെ തോൽപ്പിച്ച കഥയൊക്കെ തന്നെ പറയുന്നുണ്ട്. ക്രിസ്ത്യൻ സഭയും AKG സെൻറ്ററും വലിയ കൂട്ടായി. പിൽക്കാലത്ത് കോമ്രേഡ് KK ശൈലജയെ തോൽപ്പിച്ചത് സ്വന്തം സഖാക്കൾ. വിജയേട്ട എന്ന് 2016 ആദ്യ ക്യാബിനറ്റ് കഴിഞ്ഞ് പതിവ് പോലെ വിളിച്ചപ്പോൾ അമ്മാതിരി വിളിയൊന്നും ഇനി മുതൽ വേണ്ടാട്ടോ എന്ന് വിജയേട്ടൻ പറഞ്ഞതൊക്കെ തന്നെ ഓർക്കുന്നില്ലേ എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയും കാര്യങ്ങളുമൊക്കെ അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ അറിയാവുന്നതുകൊണ്ട് അവർ അത് തുറന്നു പറയുന്നു എന്നേ ഉള്ളൂ. ശ്രീ പിണറായി വിജയനും തോറ്റിരിക്കുകയാണ് അല്ലേ? ധർമ്മടത്തെ ജയം തോൽവിയാണ്, വൻ തോൽവി. അതോർത്ത് സമാധാനിക്ക്. KK ശൈലജയോട് ഇഷ്ടം മാത്രം, വ്യക്തിപരമായ ഇഷ്ടം, രാഷ്ട്രീയ ഇഷ്ടം ഇല്ല എന്നുമൊക്കെ ആശ ലോറൻസ് പറയുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിനു മുൻപേ ഈ ചരിത്രവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഒരാളെ എന്തെങ്കിലും ഒതുക്കണമെങ്കിൽ ഏതെങ്കിലും തോൽക്കുന്ന മണ്ഡലത്തിൽ നിർബന്ധിച്ച് നിർത്തും. പാർട്ടി പറയുന്നത് കേട്ട് അവർ അനുസരിക്കും, അവിടെ നിൽക്കും, തോക്കും. അങ്ങനെ 1-2 പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവർ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയും. കാരണം താങ്കൾ തോറ്റില്ലേ, ഇനിയിപ്പോൾ താങ്കളെ എങ്ങനെ മത്സരിപ്പിക്കും? താങ്കൾ 1 അല്ല 2 വട്ടം തോറ്റില്ലേ? താങ്കൾ പലപ്പോഴായി തോറ്റില്ലേ? ഇനിയിപ്പോൾ താങ്കളെ എങ്ങനെ വിശ്വസിച്ച് പാർട്ടി ഈ ഒരു ദൗത്യം ഏൽപ്പിക്കും എന്ന ചോദ്യമുണ്ട്. അത് ചോദിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഈ വ്യക്തി ഉത്തരം മുട്ടി അവിടെ ഇരുന്ന് പോകും. അതോടുകൂടി അയാൾ ഒതുക്കപ്പെട്ടു. മറ്റുള്ളവർക്ക് കയറി വരാൻ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് കയറി വരാനുള്ള എല്ലാ അവസരങ്ങളും അവിടെ ഉണ്ടായി. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെയൊക്കെ ചരിത്രമാണ്. ഇത്രയും നെറികെട്ട നാറിയ ചരിത്രമുള്ള മറ്റൊരു പാർട്ടി ലോകത്തെങ്ങും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യയിലെന്നല്ല, ലോകത്തെങ്ങും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത്രയും നെറികെട്ട രാഷ്ട്രീയം, ഇത്രയും വഞ്ചനാപരമായ രാഷ്ട്രീയം, കൂടെ നിൽക്കുന്നവനിട്ട് വേല വയ്ക്കുന്ന രാഷ്ട്രീയം, കൂടെ നിൽക്കുന്നവനെ വലിച്ചു താഴിടുന്ന രാഷ്ട്രീയം, ഒതുക്കുന്ന രാഷ്ട്രീയം, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മറ്റുള്ളവരെ കുതികാൽ വെട്ടുന്ന രാഷ്ട്രീയം, അവസരവാദത്തിൻ്റെ ഏറ്റവും പ്രകടമായ മുഖമായ രാഷ്ട്രീയം, അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രാഷ്ട്രീയം, അത് CPMൻ്റെ രാഷ്ട്രീയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എല്ലാം രാഷ്ട്രീയമാണ്. അത് തുടരുക തന്നെ ചെയ്യും. ശൈലജ ടീച്ചർ ഈ നേരിട്ടതൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രം. ഇതിലും വലിയ ഒതുക്കലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടന്നിട്ടില്ലേ? ഇനിയും നടക്കും. പാവം ടീച്ചർ എന്തായാലും തോറ്റു. ഇനിയിപ്പോൾ ടീച്ചറുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്.